പടച്ചോന് ചില മനുഷ്യർക്ക് പണി കൊടുക്കാറ്. എന്തിനാ പണി കൊടുക്കുന്നത്? മറ്റ് ചില ആളുകൾക്ക് ഇയാൾക്ക് പണി കൊടുക്കുന്നതോടുകൂടി മറ്റ് ചില ആളുകൾക്ക് പണി കിട്ടുകയും ചെയ്യും. അതായത് ഒരു പണക്കാരനായ ആള് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ചിലപ്പോ നമ്മളെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ചുറ്റുവട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. ചുരുക്കം പറയാച്ചാൽ ഈ വ്യക്തി വലിയ സമ്പന്നനായിരിക്കും. ഇവന് ഉള്ളതിന്മേൽ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഉണ്ടാക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് എന്താണ് അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഒരു ലെവലിൽ ഇവന്റെ പൈസ റിലീസ് ആവുന്നില്ല. അപ്പൊ ചില സമയത്ത് പഠിച്ചവന് പഠിച്ചവന്റെ ഒരു ഐഡിയയില് പഠിച്ചവന്റെ ഒരു ഹിക്കുമത്ത് പ്രയോഗമുണ്ട്. അവനെ ഈ പൈസ ചെലവാക്കാത്ത പണക്കാരനുണ്ട്, അവന്റെ ബുദ്ധിയിൽ തോന്നലിട്ട് കൊടുക്കും. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാവും, പോവാതെ കിടക്കുന്ന ബിൽഡിംഗ്, ആ സ്ഥലത്തൊക്കെ ആളൊന്നും കയറുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവന്റെ ഹൃദയത്തിൽ ബുദ്ധിയിൽ തോന്നലിട്ട് കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഒരു 10 റൂം എടുത്തു കഴിഞ്ഞാൽ, വാടക കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലി എന്തായി നല്ലൊരു വാടക വന്നു വരൂല. ആ ചിന്താഗതിയും അതിൽ ആഗ്രഹവും നന്നായിട്ട് എന്താക്കും പ്രസ് ചെയ്തു. ഇത് എന്തിനാ അറിയാം. അപ്പോൾ അവൻ എടുത്തു കഴിഞ്ഞ് അവിടെ ആ ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കൽപ്പണിക്കാര്, പോളിഷിന്റെ പണിക്കാര്, പെയിന്റർ, ഇവരൊക്കെ പൈസ ഇവർക്ക് എന്തായി റിലീസായിട്ട് ഇവർക്ക് കിട്ടാം, കുറെ പാവങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ റൂം എടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ മോഹം ഇട്ടെടുത്ത് അവൻക്ക് വലിയ മധുരം കൊടുത്ത് ഇത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞ് ആളുകൾക്ക് വേണ്ടതായി തീരും. അതായത് പിന്നെ ആ ബോർഡ് എഴുതി വെക്കണ കാണാം. ചില ബോർഡുകളൊക്കെ നമ്മൾ കാണല്ലേ, ഫോർ റെന്റ് എന്നൊക്കെ. അതെല്ലാരും അങ്ങനല്ല, ചില ആളുകൾക്ക് ഉള്ള കൊടുക്കുന്ന ഒരു പണിയാണ്. കാരണം അവന്റെ പൈസ റിലീസാക്കാൻ. എന്തിനാ റിലീസാക്കണേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവനിക്ക് പണി കൊടുത്തിട്ട് പാവങ്ങളായ പണിക്കാർക്ക് പണി കൊടുക്കാം. പണി ഒരുത്തന് കൊടുത്തിട്ട് പാവങ്ങളായ പണിക്കാർക്ക് പണി കൊടുക്കാം. അപ്പൊ ഓർക്കുക, ചിന്തിക്കുക. ഓക്കെ, ബൈ.